ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫലവൃക്ഷത്തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് എൻ്റെ പഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ജപ്പാൻ റെഡ് പേരയാണ്. ജപ്പാൻ റെഡ് പേരയിൽ നേരത്തെ വന്ന മുട്ടുകളൊക്കെ ഞാൻ പറിച്ചു കളയാണ് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം വന്ന മുട്ടുകൾ ഞാൻ പറിച്ചു കളഞ്ഞില്ല. പക്ഷേ മുട്ടുകൾ പൂ വിരിഞ്ഞ ഉടനെ അത് തൊഴിഞ്ഞു പോകുന്നുണ്ട്. കാണാമോ? കണ്ടോ? പൂ വിരിഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് തൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി എൻ്റെ കയ്യിൽ ജപ്പാൻ പേര 3-4 ഉണ്ടെന്ന്. അപ്പോൾ ഇതെൻ്റെ ശ്രദ്ധയിൽ നേരത്തെ ഒരു പ്രാവശ്യം വേറെ ഒരു ചെടിയിൽ ഇതിനേക്കാളും വലിയൊരു ചെടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽ ഇതുപോലെ പെട്ടിരുന്നു. ഇപ്രാവശ്യം ഞാൻ വേറൊരു കാര്യം ചെയ്തു നോക്കി. അത് 100% വിജയിക്കുമോയെന്ന് അറിയില്ല. അത് വിജയിക്കുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ പ്രായത്തിലുള്ള തന്നെ വേറൊരു ജപ്പാൻ പേരയുണ്ട്. അത് ഇപ്രാവശ്യം ഇതും അതും ഒരേ സമയം തന്നെയാണ് പൂത്തത്. ഇത് നല്ല വെയിൽ കൊള്ളുന്ന ഭാഗത്താണ് ഈ സാധനം ഇരിക്കുന്നത്. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു 90% ഇതിൽ ഫുൾ ടൈം വെയിൽ കൊള്ളും. ടെറസിൻ്റെ മുകളിലല്ലേ. അപ്പോൾ ഇതേ പ്രായത്തിലുള്ള മറ്റൊരു ചെടിയെ ഇവിടെ നിന്ന് മാറ്റി ഞാൻ ഒരു മാവിൻ്റെ ഷെയ്ഡിൽ കൊണ്ടുവച്ച്, അപ്പോൾ വെച്ചാൽ 100% വെയിൽ കൊള്ളൂല, ഒരു എത്ര പറയാം, ഒരു 30-50% അകത്ത് വെയിൽ കൊള്ളുന്ന രീതിയിൽ ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഞാൻ കാണിക്കാം. ഓക്കെ, അത് ഈ ചെടിയാണ്. മറ്റേ ടെറസിൻ്റെ മുകളിലിരുന്നതാണ്. ഇതിനെ ഞാൻ നേരത്തെ ടെറസിൻ്റെ മുകളിൽ തന്നെയായിരുന്നു ഇതിനെ ഞാൻ അവിടെ നിന്നെടുത്ത് വീടിൻ്റെ മുൻഭാഗത്ത് ഒരു മാവിൻ്റെയും തെങ്ങിൻ്റെയും നടുക്കായിട്ടൊരു ഷെയ്ഡിൽ ഞാൻ മാറ്റി വെച്ചു. ജപ്പാൻ പേരയ്ക്ക് ചൂടധികം വേണ്ട, തണുത്ത കാലാവസ്ഥ വേണം എന്ന് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് മാറ്റി വെച്ച് നോക്കിയതാണ്. മറ്റത് വെയിലത്ത് തന്നെ ഹോൾഡ് ചെയ്തു. പക്ഷേ ഇതിൽ വിരിഞ്ഞ ഒരു പൂ പോലും ഇതുവരെയും തൊഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. രണ്ടും ഒരേ സമയം പൂ പിടിച്ചതാണ്. രണ്ടിൻ്റെയും വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നത് തൊഴിഞ്ഞു പോയി. പക്ഷേ ഇതിലുള്ള ഒരെണ്ണം പോലും തൊഴിഞ്ഞു പോയിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഇപ്പോഴും 100% പറയാൻ പറ്റില്ല. ഒരു 2 ആഴ്ച കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ജപ്പാൻ പേര തണലത്ത് വെച്ചുമ്പോൾ കാ പിടിക്കുന്ന രീതിയിൽ. ഇന്ന് വീഡിയോ ഇത്ര മാത്രം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.